നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ആക്ച്വലി ഇത് കുറച്ചുകൂടി ജനറൽ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഒരു വ്യക്തി, ഓക്കെ, അവർക്ക് നല്ല ഇൻറ്റൻഷൻ ആണോ എന്ന് നോക്കാൻ. അതായത് അവരുടെ ഉദ്ദേശം നല്ലതാണോ, ഏത് തരത്തിലും ആവാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് ഒരു ന്യൂട്രൽ ആക്കി വെക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ട്, എന്തായാലും നമ്മൾ അത് നോക്കുന്നുണ്ട്. അതല്ലാതെ ചിലവർക്ക് നമുക്കിവിടെ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ബോസ് ആയിരിക്കാം, ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, ഏതെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ചൊരു മനസ്സിലൊരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതാണോ, അതായത് അവർ നല്ലൊരു വ്യക്തിയാണോ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അതായത് അവർ പ്രോപ്പർ നല്ലൊരു നിങ്ങളോട് ഒരു നല്ല മനോഭാവം വെക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന രീതിയിൽ നമ്മൾ അറിയാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണോ, അവരുടെ ഇന്റൻഷൻ നല്ലതാണോ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളെ പ്രതി കേട്ടോ, നിങ്ങളെക്കുറിച്ച് കണക്ട് ചെയ്ത് നമ്മൾ ചോദിക്കുമ്പോൾ. ഓക്കെ, അത് ആരും ആവാം. ഞാൻ പറഞ്ഞ പോലെ റിലേഷൻ ആവാം, ബന്ധുക്കളാവാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, എന്താ പറയുക, ഓഫീസിലെ കൊളീഗ്സ്, അങ്ങനത്തെ ബോസ്, അല്ലെങ്കിൽ ജസ്റ്റ് നെയ്ബേഴ്സ്, നിങ്ങൾ പരിചയപ്പെടുന്ന ആരെങ്കിലും. അങ്ങനെ ഞാൻ എല്ലാം ഒരുവിധം എൻ്റെ മനസ്സിൽ ഞാൻ കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ എന്ത് റീഡിങ് വരുന്നോ അതുപോലെ ഇരുന്നോട്ടെ, ഞാൻ ജനറൽ ആക്കിയിട്ട് പറയാൻ ശ്രമിക്കും. ഓക്കെ, ഒരു ബന്ധം എന്ന് മാത്രമല്ല എന്തും ആവാം. ഓക്കെ, സോ 2 പൈൽ വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് വേറെ മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പൈൽ നമ്മുടെ ക്രിസ്റ്റൽ ലോട്ടസ്, സെക്കൻഡ് പൈൽ റോസ് കോഡ്സിൻ്റെ റോസ്. ഓക്കെ, പൈൽ 1, പൈൽ 2. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തോളൂ. നമുക്ക് പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ മനസ്സിലുള്ള ആരെക്കുറിച്ചും ആവാം. ഓക്കെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചോളൂ, ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പേഴ്സൺ പാർട്ട്ണറെ കുറിച്ചാണോ, അതോ വേറെ ആരെങ്കിലും ആണോ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് നല്ലതാണോ, എന്താണെന്ന് നോക്കാം. ഓക്കെ, ടോപ്പിക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇടാം ഞാൻ. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി, അവർക്ക് നല്ല ഇൻറ്റൻഷൻ ആണോ നിങ്ങളോട്, അവരുടെ ഉദ്ദേശം എന്താണ്, നല്ലതാണോ എന്നൊക്കെ. ഓക്കെ, ഫുൾ കാർഡ്. ഓക്കെ, മൂൺ, ക്വീൻ ഓഫ് വാണ്ട്സ്, 10 of cups, Emperor, 6 of cups and 4 of swords. Oh, okay. ശരി, ഇവിടെ ആക്ച്വലി കാണുന്നത് ചിലവർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തി എന്നെടുത്തോളൂ, അത് ആരായാലും ശരി. ഓക്കെ, എനിക്ക് എന്തുകൊണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഫീൽ വന്നത്, എന്ത് കണ്ടിട്ടായിരുന്നു? എനിക്ക് അറിയില്ല, എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, എന്തോ കാർഡ് കണ്ടിട്ട്. ഓക്കെ, നോ പ്രോബ്ലം. എന്തായാലും ശരി, ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്, ആ പേഴ്സൺ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ടപ്പോഴാണ്, സോറി ഞാൻ മറന്നു. ചില നേരത്തെ നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോകും അല്ലാതെ. ഓക്കെ, 6 of cups കണ്ടപ്പോഴാണ് ഞാൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് തൊട്ടേ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം, ചെറുപ്പം തൊട്ടേ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും, ചെറുപ്പം എന്നല്ല കുറേ വർഷമായിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്ന ഫ്രണ്ടും, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം. ഓക്കെ, ആ രീതിയിൽ എന്തും പറയാം നമുക്ക്. ഓക്കെ, ഫാമിലി ആവാൻ തോന്നുന്നില്ല എനിക്ക്. ഇവിടെ കൂടുതലും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ക്രഷ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഒരു ബന്ധു എന്ന് പറയുന്നില്ല ഞാൻ, അങ്ങനെയും തോന്നുന്നില്ല.
പക്ഷെ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതായത് നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു അറ്റാച്ച്മെന്റ്, നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ചില കാര്യങ്ങൾ, ഓക്കെ, ചില മെമ്മറീസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ, ഒന്നിച്ചുള്ള മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ആ മെമ്മറീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പറയാം നേരത്തെ തന്നെ പരിചയമുണ്ട്. അതായത് കുറേ കാലമായിട്ട് നമ്മൾ നല്ല മെമ്മറീസ് ഉണ്ട് അവരുടെ കൂടെ, അല്ലേ, നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്തു എന്ന രീതിയിലൊക്കെ. ഫ്രണ്ട്സ് ആയിരിക്കാം, എനിക്ക് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. കാരണം ഇവിടെ ഒരു ഈ കാർഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മൂണാണ്. സോ എവിടെയോ നിങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി ഉണ്ടാവും ആ പേഴ്സണിനോട്. ഒരു ലേശം ഫുള്ളായിട്ട് വളരെ റൊമാൻറ്റിക് അല്ലെങ്കിൽ പോലും എവിടെയോ നിങ്ങളുടെ ഒരു ക്രഷ് ആയിരിക്കാം നിങ്ങളുടെ, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീലിങ്സ് ഡെവലപ്പ് ആയി എന്ന രീതിയിലും പറയാം. അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നും പറയാം, അങ്ങനെയും പറയാം, ഓക്കെ. സോ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർ, ഓക്കെ. അതായത് നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവർ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ഓക്കെ. നിങ്ങൾ നല്ലോണം വിഷമിച്ച് കുറച്ച് സ്ട്രെസ്സൊക്കെ അടിച്ച് നിങ്ങളൊരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ച ഒരു സമയത്ത്, ഓക്കെ, അപ്പോൾ കൂടെ നിന്നൊരു വ്യക്തിയായിരിക്കാം, ഒരു ഫ്രണ്ട് പോലെ, ഓക്കെ. ഒരു ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവും, നിങ്ങളെല്ലാത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഓക്കെ. അതായത് മോട്ടിവേറ്റ് മാത്രമല്ല, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളെ തിരുത്തുക. എനിക്ക് ഇത് ഇവിടെ ഈ ഒരു പേഴ്സൺ ചെയ്യുന്ന കണ്ടോ, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് വെട്ടുമ്പോൾ ആൾ തടയുന്നുണ്ട് നിങ്ങളെ. അതായത് നിങ്ങൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങളെ തടയുന്നുണ്ട്. അപ്പം നല്ലൊരു സുഹൃത്താണ്, അല്ലേ, നല്ലൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽ വിഷർ ആണെന്ന് പറയാം, എനിക്ക്. അതായത് നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ടൈപ്പ്, ഓക്കെ, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വിഷമം വന്നാലും ശരി, സന്തോഷം ഉണ്ടെങ്കിലും ശരി, ഐ തിങ്ക് നിങ്ങളുടെ കൂടെ. ഈവൻ 10 ഓഫ് കപ്സ് ആണ് ഇവിടെ. 10 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഫാമിലി എന്ന രീതിയിലാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സന്തോഷത്തിലും സങ്കടത്തിലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഓക്കെ. ആൻഡ് ഇവിടെ എംപറർ, ഇത് നമ്മൾ ആക്ച്വലി ലോസിൻ്റെ കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഐ തിങ്ക് നിങ്ങളുടെ കൂടെ തന്നെ അവർ നിന്നിട്ടുണ്ട്, ഓക്കെ. ആൻഡ് ഇവിടെ ലവേഴ്സിൻ്റെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൂണാണ്, ഇമോഷണൽ കാർഡാണ്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടാവാം, ഓക്കെ, അങ്ങനെയും പറയാം, ഓക്കെ. ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് മാത്രമല്ല, ഐ തിങ്ക് അവർക്ക് ഇങ്ങോട്ട് ഉണ്ട്. കാരണം മൂന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ഹിഡൻ കാര്യം എന്ന രീതിയിലാണ് പറയുക. അവരെ മനസ്സിൽ ഒരു ഫീലിങ്സ് എന്ന രീതിക്ക് നമുക്ക് ഇവിടെ എടുക്കാം. ഈ കാർഡും കൂടി പിക്ചറും കൂടി കാണുമ്പോൾ കൃഷ്ണരാധയും പോലെയാണ്. സോ നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ എന്നല്ല, ആ പേഴ്സണിന് നിങ്ങളോടൊരു ഫീലിങ്സ് ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്, ഓക്കെ. നിങ്ങളെ അവരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവർ കാണുന്നത് വളരെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകണം ലൈഫിൽ, നിങ്ങൾ വളരെ എന്താ പറയുക, നിങ്ങൾ മുന്നേറണം, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും, ഓക്കെ. നിങ്ങൾക്ക് ഉപദേശം തരാനും കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ഐ തിങ്ക് എല്ലാം കൊണ്ടും, ഓക്കെ. നിങ്ങളുടെ ചിലപ്പോൾ ഫാമിലി മെമ്പറും ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി പോലെ നിങ്ങളെ അവർ കൂടെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ, അങ്ങനെ, ഓക്കെ. നിങ്ങൾ തെറ്റ് ചെയ്താലും പക്ഷെ അവർ തിരുത്തുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു സുഹൃത്താണ് എന്നും പറയാം. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ട് നമുക്ക് ഇവിടെ കാണുന്നത് ശരിക്കും നിങ്ങളെ ഒരു വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ, സങ്കടത്തിലും സന്തോഷത്തിലും നിങ്ങളുടെ കൂടെയുള്ള ഒരു പേഴ്സൺ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ടെങ്കിലും ശരി, അല്ല നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഫാമിലി എന്ത് തന്നെ ആയാലും ശരി, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ട്, ക്രഷ്, നിങ്ങളുടെ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, ആ രീതിയിൽ ആരായാലും ശരി, ഇവിടെ എനിക്കൊരു വളരെ പോസിറ്റീവാണ് കാണുന്നത്. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്, ഓക്കെ. നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ. അതായത് നിങ്ങളും കുറെ കൂടി മുന്നേറണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ. അതിന് അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങളിങ്ങനെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് പക്ഷേ നിങ്ങൾ പുറത്ത് വന്ന് നിങ്ങൾ മുന്നേറണം എന്നാണ് അവരുടെ ആഗ്രഹം, ഓക്കെ. അപ്പോൾ നല്ലൊരു വെൽവിഷർ എന്ന രീതിക്ക് തന്നെ പറയാം നമുക്കിവിടെ, ഓക്കെ. അവർ നിങ്ങളെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ തീർച്ചയായിട്ടും ആൻഡ് ഇവിടെ എനിക്ക് ഒന്നുമില്ലെങ്കിൽ പാസ്റ്റ് ലൈഫായിരിക്കും, അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ ഏതെങ്കിലും സോൾമേറ്റ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ജന്മത്തിൽ നിങ്ങൾ നേരത്തെ തന്നെ അറിയുന്ന വ്യക്തി, നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി, ഫ്രണ്ടായിട്ട് അങ്ങനെയൊക്കെ പറയാം നമുക്ക്, ഓക്കെ. പക്ഷേ നല്ലൊരു പാർട്ട്ണർ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. പാർട്ട്ണർ എന്ന് പറയുന്നില്ല, നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ. ഇവിടെ എനിക്ക് മോശമായിട്ട് പറയാനൊന്നുമില്ല. സോ വളരെ പോസിറ്റീവായിട്ടാണ്. നിങ്ങൾക്ക് വിഷമത്തിൻ്റെ സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അയച്ച ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ന് പറയാം, ഓക്കെ. നല്ലൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നമുക്ക്. അവർക്ക് ഫീലിങ്സും ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളോട് കേട്ടോ, ഓക്കെ. മേ ബി അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഹിഡൻ എന്ന രീതിക്കാണ് പറയാം.
അപ്പോൾ ഇവിടെ മേ ബി ആ പേഴ്സണിന് നിങ്ങളോട് ചില ഫീലിങ്സും റൊമാൻറ്റിക് ഫീലിങ്സും അവർക്കുണ്ടാവും, പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളോട് അവർക്ക് റെസ്പെക്റ്റും കെയറും എല്ലാം ഉണ്ട്. ഓക്കെ, നല്ലതാണ്, നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ, ഇൻസ്പെക്ടിങ്, വാച്ചിങ്, ഫെമിനൈൻ. ആക്ച്വലി എനിക്കും തോന്നി ഇവിടെ ഒരു ഫെമിനൈൻ എനർജി എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ അതിപ്പോൾ അവർ ഫീമെയിൽ ആവണമെന്നില്ല. ചിലവർക്ക് ഒരു ഫീമെയിലിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫെമിനൈൻ എനർജി അവർക്കും ഉണ്ട്. അതായത് വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങളെ കെയർ ചെയ്യുക, ന്യൂച്ചർ ചെയ്യുക, ഓക്കെ, നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് ഞാൻ ബാക്കി എല്ലാം പറയാം, എല്ലാം എടുത്തിട്ട് പറയാം. ഓക്കെ, 1-2 കാർഡ് കൊടുത്തിട്ട് ന്യൂച്ചർ, സിസ്റ്റർ ഗൈഡ്സ്, യെസ് ഡെഫിനറ്റ്ലി, ട്രാൻസ്ഫോർമേഷൻ, റിലീസ്, വാവ്, ഓസം. നിങ്ങളെ മുന്നോട്ട് ലൈഫിൽ കൊണ്ടുപോകാൻ വന്നൊരു വ്യക്തിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പവർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങളെ ഒരു അവേക്കനിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നൊരു പേഴ്സൺ ആണിത്. ഓക്കെ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വന്നൊരു വ്യക്തിയാണ്. ആൻഡ് നിങ്ങളോട് പറയുന്നത് റിലീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മേ ബി അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം അവരോട് പറയുന്നുണ്ടാവും, ലൈക്ക് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു റിലീഫാണ് അല്ലേ, നിങ്ങൾക്ക് അതൊക്കെ റിലീസ് ചെയ്ത് കളയാനുള്ളൊരു വഴിയാണ്. സോ ആ പേഴ്സൺ അതെല്ലാം കേൾക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, വളരെ നല്ല കാര്യം. നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുത്തുകയാണ് അവർ. ഓക്കെ, അതിനു വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് തീർച്ചയായിട്ടും ഇവിടെ അവർ വാച്ചിങ്, സ്പൈങ്, ഇൻസ്പെക്ടിങ് എന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് സീക്രട്ട് ആയിട്ട് നിങ്ങളോട് ഫീലിങ്സും ഉണ്ട്. ഓക്കെ, അവർ സീക്രട്ട് ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളോട്. അവർ പറയുന്നുണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ ഫ്രണ്ടായിട്ടൊക്കെ കൂടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവർ നിങ്ങളെ വാച്ച് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു ഫെമിനൈൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് വരാൻ മീൻസ് നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ അല്ല ജെൻസ് ആണെങ്കിലും നിങ്ങളുടെ ഫെമിനൈൻ സൈഡ് കൂടി പുറത്തു കൊണ്ടുവരാൻ. ഓക്കെ, അതായത് നിങ്ങൾ ലേശം ഇമോഷണൽ കൂടി, നിങ്ങളുടെ ആ സൈഡ് കൂടി ഒന്ന് നെച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വരുന്നൊരു വ്യക്തി എന്ന് പറയാം. നിങ്ങൾ എന്തൊക്കെയോ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എംപറർ അല്ലേ, നമ്മളിവിടെ ഈ പിക്ചറിനെ ഞാൻ എപ്പോഴും പറയാൻ, നിങ്ങൾ ചില ലോസ് അനുഭവിക്കുക, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ വളരെ തകർന്ന ഒരു സമയത്ത് ഓക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്ന ഒരു ആളാണ്. ആൻഡ് അത് മാത്രമല്ല ഇവിടെ ആൻസിസ്റ്റർ ഗൈഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി ചിലപ്പോൾ ചിലവർക്ക്, വളരെ ചുരുക്കം ചിലവർക്ക് ഇവിടെ നിങ്ങൾ മരിച്ചുപോയ ആരെങ്കിലും അവരുടെ എനർജീസ് ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, മേ ബി നിങ്ങൾ ചോദിക്കുന്ന അങ്ങനെ വല്ല ആൾക്കാരെ കുറിച്ച് അങ്ങനെ വല്ല കാര്യങ്ങളാണെങ്കിൽ ആൻസിസ്റ്റർ ഗൈഡ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നാണ് പറയുന്നത്. സോ ആൻസിസ്റ്ററിൻ്റെ എനർജി ആയിരിക്കാം ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഏതെങ്കിലും പാസ്റ്റ് നമ്മൾ മരിച്ചുപോയ ആരുടെയെങ്കിലും എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നും ചിലവർക്ക്, കേട്ടോ, വളരെ ചുരുക്കം പേർക്കായിരിക്കും ഇത്. ഓക്കെ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു എന്നും പറയാം. ഓക്കെ, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സായിട്ട് തന്നു എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അയച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടാവാം, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് സ്നേഹവും കെയറും എല്ലാം തന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ വെരി ഗുഡ്. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ വേണ്ടി ആണ് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് പൈൽക്കാർക്ക് യെസ്, നിങ്ങൾക്ക് വളരെ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ ആരെക്കുറിച്ചാണോ ചോദിച്ചത് അവർ നിങ്ങളുടെ ലൈഫിൽ നല്ലതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്കിനി സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി, ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തി ആരെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് വന്നിട്ടുള്ളത്, അവർ നല്ലതാണോ, അവരുടെ ഉദ്ദേശം നല്ലതാണോ, നിങ്ങളുടെ ജീവിതത്തിൽ അവർ നല്ലതാണോ എന്നെല്ലാം നോക്കാം. അത് ആരും ആവാം. ഓക്കെ, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ജസ്റ്റ് പരിചയക്കാരെങ്കിലും ആയിരിക്കാം. ഓക്കെ, എന്തും ആവാം. ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ four of wands. Okay, 6 of pentacles. Okay, 8 of pentacles, star, 9 of swords, 9 of cups, knight of swords, knight of cups. Wow. ഓക്കെ, വെരി നൈസ്. ആക്ച്വലി ഈ പൈലും എന്തായാലും രണ്ട് പൈലും പോസിറ്റീവാണ്.
ഇത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ആലോചിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കുറിച്ചായിരിക്കാം, ഫാമിലി മെമ്പറിനെ കുറിച്ചായിരിക്കാം. കാരണം മാരീഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു മാരേജിൻ്റെ ഒരു കാര്യം ഇവിടെ ഉണ്ട്, സ്റ്റെബിലിറ്റിയുടെ കാര്യമുണ്ട്. ഓൾറെഡി നിങ്ങൾ മാരീഡ് പേഴ്സൺ, നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെക്കുറിച്ച്. ഓക്കെ, ഓക്കെ, മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഒരു എന്താ പറയുക, നമ്മുടെ ആലോചന വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടാവാം, ആ വ്യക്തിയുമായിട്ടുള്ള ഒരു മാരേജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല വ്യക്തി നല്ലതാണോ ആ പേഴ്സൺ എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ ഓൾറെഡി മാരീഡും ആയിരിക്കാം. രണ്ട് സിറ്റുവേഷനും തോന്നുന്നുണ്ട്. വേറെ ഇവിടെ ഇല്ല, വേറെ എനിക്ക് വേറെ സിനാരിയോ ഒന്നും തോന്നുന്നില്ല. ഓക്കെ, സോ മിക്കവാറും അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം പറഞ്ഞു വന്ന ആരെങ്കിലും. ഓക്കെ, അതായത് നിങ്ങളോട് ആരെങ്കിലും ഇഷ്ടം പറഞ്ഞു, അതാ പറഞ്ഞു, ആലോചന പോലെ വന്നു, അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടാവും. ആ പേഴ്സൺ നിങ്ങൾക്ക് നല്ലതാണോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ചാൻസ് കാണുന്നുണ്ട്. എനിവേ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് നിങ്ങൾ കുറച്ച് സ്ട്രെസ്സിലാണ്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷൻ നല്ലതാണോ അല്ലേ, ഈ പേഴ്സൺ നല്ലതാണോ അല്ലേ എന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് അല്ലേ, ഫ്യൂച്ചർ, ഒരു മാരേജ് എന്ന രീതിക്ക് ഫാമിലി, അങ്ങനെ ഒരു ആലോചന വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇഷ്ടം പറഞ്ഞ് വന്നതായിരിക്കും, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾ കുറച്ച് വറി ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ സ്ട്രെസ് അടിക്കുന്നുണ്ട്. ദറ്റ് ഇത് ശരിയാവോ ഇല്ലേ, ഇതെന്താവും ഫ്യൂച്ചർ എന്ന രീതിയിൽ ഐ തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ടെൻഷനും ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അതായത് നിങ്ങൾക്ക് തോന്നുന്നത്, ഐ തിങ്ക് നിങ്ങളുടെ സ്ട്രെസ് അതാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ടെൻഷൻ അതാണ്. ദറ്റ് മേ ബി നിങ്ങളെപ്പോഴും ഒരുപാട് ഓവർ ഗിവിങ് ആളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്വയം അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാം. ഓക്കെ, നിങ്ങൾക്ക് മുൻപ് ഐ തിങ്ക് വല്ല ചീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവാം. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് മുൻപ് ഓക്കെ ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവാം. ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്ത രീതിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തു കൊടുത്ത്, പക്ഷെ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും ആരെങ്കിലും. സോ ആ ഒരു ടെൻഷൻ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ദറ്റ് ഇപ്പോൾ വരുന്ന ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നല്ലതായിരിക്കും എന്ന്. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കൊടുക്കുന്നു നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ നല്ലോണം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തിരിച്ച് അതുപോലെ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ. ഓക്കെ, നിങ്ങൾ തന്നെ എല്ലാ വർക്കും ചെയ്യേണ്ടി വരുമോ ഈ സിറ്റുവേഷനിൽ, അതായത് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന രീതിയിലായി പോവോ എന്നൊരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെയാണ് സ്ട്രെസ്സ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇത് വേണമെന്നുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് ഇതൊരു ഫ്യൂച്ചർ വേണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സിൽ ഈ ഒരു ഫിയേഴ്സ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ആഗ്രഹമുണ്ട്. അഗെയിൻ ഇവിടെ വിഷ് കാർഡും സ്റ്റാറും പറയുന്ന വിഷിൻ്റെ കാർഡാണ്. നമ്മളൊരു ആഗ്രഹം എന്ന രീതിയിൽ, 9 of Cups നമ്മുടെ ആഗ്രഹം എന്ന രീതിയിലാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വന്നത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ, അതായത് നമ്മൾ വേറെ മുമ്പ് നിങ്ങൾ അനുഭവിച്ചിട്ട് ചില വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ വലുതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സിനാരിയോയിൽ ഐ തിങ്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു സഡൻ ആയിരിക്കും ഇവരെ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അട്രാക്ട് ആയി നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തു, അവർ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട്. ഓക്കെ, അവർക്ക് വെറും അട്രാക്ഷൻ മാത്രമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. കാരണം ദേസ് ഓഫ് വാൻസ് നമ്മളൊരു അട്രാക്ഷൻ്റെ കാർഡ് പറയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊരു അട്രാക്ഷൻ മാത്രമായി പോവോ, കമ്മിറ്റ്മെൻറ്റ് ഇവർ തരുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. ഓക്കെ, ബട്ട് ഇവിടെ ഓക്കെ എന്തായാലും ഇവിടെ സിനാരിയോ പോസിറ്റീവാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ, ടെൻഷൻസ് ഒക്കെ ആണ് എനിക്ക് കാണുന്നത്. ആക്ച്വൽ കാര്യം ഇവിടെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഒരു ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അതായത് നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് എത്ര കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ ഈക്വലായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അഗെയിൻ അത് ഒരു മാരേജിലേക്ക് എൻഡാവുന്ന ലക്ഷണമുണ്ട്. ഓൾറെഡി നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ നമ്മുടെ ആൻസർ തന്നു കഴിഞ്ഞു. ഓക്കെ, അതായത് മാരേജിലേക്ക് എത്തുന്ന ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 9 of Cups നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന്. സ്റ്റാർ അഗെയിൻ നിങ്ങൾ വിഷ് ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു വ്യക്തി, ഓക്കെ, എന്നെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, എനിക്ക് അങ്ങനെ വേണം എന്ന രീതിയിൽ. ഓക്കെ, അത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതും. ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഇതിനൊരു പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ്, ഏസ് ഓഫ് വൺസും 4 of Wands, അപ്പോൾ ഒരു മാരേജ്, കമ്മിറ്റ്മെൻറ്റ്, ന്യൂ ലൈഫ് എന്ന രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആ പേഴ്സണും ഇതിൽ ഈക്വൽ എഫേർട്ട് ഇടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിൽ
നിങ്ങളുടെ ടെൻഷനാണത്, എന്നിട്ട് അവർ ചെയ്യില്ലേ, അതോ ഞാൻ മാത്രം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അങ്ങനത്തെ സിനാരിയോ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, അങ്ങനെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്ത അവിടെ, ഓക്കെ, നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ, അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ അതിനെ റിയാക്ട് ചെയ്യണം. ഓക്കെ, അവിടെ നിങ്ങൾക്കുള്ള ലെസൺസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, എന്തായാലും ഇവിടെ പോസിറ്റീവാണ്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന പേഴ്സൺ വളരെ നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്, മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിവിടെ ഒരു മാരേജിൽ എൻഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്ന ആഗ്രഹം. നിങ്ങൾക്കൊരു ആഗ്രഹം, ഇപ്പം നിങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുന്നോട്ട് ഫ്യൂച്ചർ ഉണ്ട്. നല്ലൊരു ഫ്യൂച്ചറാണ്, നല്ല വ്യക്തിയാണ്. ഓക്കെ, പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് കാണുന്നത്. പാസ്റ്റിൽ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, പാസ്റ്റിൽ ചില വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് മുന്നോട്ട് ഓക്കെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ പേഴ്സണിന് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ഓൾറെഡി എപ്പോഴെങ്കിലും ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആ സിനാരിയോ കഴിഞ്ഞു, അതവിടെ എൻഡായി. ഈ സിറ്റുവേഷൻ വേറെയാണ്. ഓക്കെ, നമുക്ക് ഗൈഡൻസ് കൂടെ എടുത്തേക്കാം. ഫോമിംഗ് സ്ട്രക്ചർ, സോളിഡ് ഫൗണ്ടേഷൻ, ഹാർവെസ്റ്റ്, അപ്പോളജി. ഓക്കെ, സെയിം ആളായിരിക്കാം. ഓക്കെ, കൺട്രോൾ ടാക്ടിക്സ്. ഓക്കെ, റീബർത്ത്, വെൻറ്റർ. ഓക്കെ, കർമ്മ, ബാലൻസ്, ജസ്റ്റിസ്, സെലിബ്രേഷൻ. ഓക്കെ 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 അപ്പോൾ എനിക്കിത് വേറെ കാര്യം കൂടെ ഇവിടെ തോന്നുന്നത് ഞാൻ പറയാം. പാസ്റ്റിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു ഹേർട്ട് ആവുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഓൾറെഡി. ആ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര കൺഫ്യൂഷനും, ദാറ്റ് ഇനി ഈ പേഴ്സണെ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആളാണ്, നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ആളാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഐ തിങ്ക് കുറച്ച് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾക്ക് അതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവരുമായിട്ട്, അല്ലേ? യെസ്. ഓക്കെ, അവർ ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് തന്നിട്ടുണ്ടാവും, നിങ്ങളെ ഈക്വലായിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നു, പക്ഷെ അവരെ ഒരിക്കലും തിരിച്ച് കെയർ ചെയ്തില്ല. ആ രീതിക്കൊക്കെയുള്ള സിനാരിയോസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ പാസ്റ്റ് പേഴ്സൺ തന്നെയാണ് തിരിച്ച് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതാണ് ഐ തിങ്ക് നിങ്ങൾ ഇനി പക്ഷേ കർമ്മ ബാലൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് ഒരു ജസ്റ്റിസ് വരുന്നതായിട്ടാണ്, നമുക്ക് ബാലൻസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ 6 ഓഫ് പെന്റിക്കിൾസും ബാലൻസും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തതിന് ഇനി നിങ്ങൾക്ക് തിരിച്ച് അതിൻ്റെ റിസൾട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോളജി വരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു സോറി പറയുന്ന ഒരു തരത്തിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പേഴ്സൺ നിങ്ങൾക്ക് ഓഫർ തരുന്നു എന്ന് പറഞ്ഞ വ്യക്തി ഓക്കെ പഴയ വ്യക്തി തന്നെയാണ്, പഴയ ആൾ തന്നെയാണ്. ഓക്കെ, പഴയ ആൾ വീണ്ടും തിരിച്ചു വരികയാണ് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, പഴയ ആൾ തിരിച്ചു വരികയാണ്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തൊരു സോറിയുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, അവർ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, ആൻഡ് സെലിബ്രേഷൻ ഞാൻ പറയാം. ഓക്കെ, കൺട്രോൾ ടാക്ടിക്സ്. മുമ്പ് അവർ ചിലപ്പോൾ ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവർ മുൻപ് ഐ തിങ്ക് ഇത് അത്ര നല്ലൊരു സിനാരിയോ ആയിരുന്നില്ല, അത് കർമ്മയുടെ കാര്യം കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് അവർ ചില ലെസൺ അവർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് അവർ. ഓക്കെ, എന്തായാലും കർമ്മ ബാലൻസ് ആവുകയാണ് എന്ന് പറയാം. ഓക്കെ, അവർക്ക് ഇപ്പോൾ അവർ തിരിച്ചു വരുന്ന ഒരു നല്ല ഉദ്ദേശത്തോടെയാണ്. ആൻഡ് നിങ്ങൾ ഈ സമയത്ത് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സമയത്ത് അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇത്തവണ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ആദ്യം തൊട്ടേ പ്രോപ്പറായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലെസൺ ഉണ്ടെന്ന്. ഓക്കെ, നിങ്ങളുടെ ലെസൺ നിങ്ങൾ പഠിക്കണം. അതായത് എന്നെ ഇനി ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയണം ഇനി. ഓക്കെ, എൻ്റെ അടുത്ത് ഇനി നിൽക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ മതിയില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. പക്ഷെ നിങ്ങൾ അവരോടുള്ള ആ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കും. അവിടെയാണ് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തീരുമാനിക്കാൻ ഈ തവണ. ഓക്കെ, ആൻഡ് ഇവിടെ ഹാർവെസ്റ്റ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ വെയിറ്റിങ്ങിന് ഒരു റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹം ഓക്കെ ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല, നിങ്ങൾക്കത് യൂണിവേഴ്സ് തിരിച്ച് തരുന്നുണ്ട്. ഈ പേഴ്സണിൽ തന്നെ തിരിച്ചു വരും. ഓക്കെ, അതായത് നിങ്ങളെ ആരാണോ വേദനിപ്പിച്ച് ആ വ്യക്തി തന്നെ നിങ്ങളുടെ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ റീബർത്ത്, ഹാർവെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. ഓക്കെ, പുതിയ തുടക്കം, പുതിയ ലൈഫ് ആൻഡ് സെലിബ്രേഷൻ, ഗിഫ്റ്റ്സ്, അബൻഡൻസ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതൊരു നല്ല സിനാരിയോ ആണ്. പക്ഷേ യെസ്, പാസ്റ്റിൽ ഇവർ ഹേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. സോ അതുകൊണ്ട് സൂക്ഷിക്കാം. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും ചിലപ്പോൾ എല്ലാ സിനാരിയോ മാച്ച് ആവില്ല. ഓക്കെ, പുതിയ വ്യക്തി വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഓൾറെഡി. അല്ല പഴയ വ്യക്തി ആണെങ്കിലും നിങ്ങളിനി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക അവരെ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി ഒരിക്കലും പഴയ പോലെ മുമ്പ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്ത പോലെ ഇനി ട്രീറ്റ് ചെയ്യാൻ വിടരുത്. ഓക്കെ, അവിടെ നിങ്ങൾ സ്ട്രോങ് ആവണം. ഓക്കെ, സോ ഓക്കെയാണ്. ഇതും നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇതിവിടെയും കണ്ടത് ഇപ്പോൾ നല്ല ഒരു സിനാരിയോ ആണ്. നിങ്ങൾ പക്ഷേ ഈ സെക്കൻഡ് പൈൽക്കാർക്ക് കുറച്ച് നിങ്ങളൊന്ന് സൂക്ഷിക്കാനുണ്ട്. നിങ്ങൾ ലെസൺ പഠിച്ച് നിങ്ങളൊന്ന് സ്ട്രോങ് ആവാനുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഐ ഹോപ്പ് റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.